ഭൂമിയിലാണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശങ്ങളിലിരിക്കുന്ന ഒരു നന്മ ഒരു പ്രതിസന്ധി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ജോണിനെയും നേഹയെയും രണ്ട് കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഉയർത്തുന്നു. വിവാഹം എന്ന കർമ്മം, മംഗളകർമ്മം ഏറ്റവും പരിശുദ്ധമായും ഏറ്റവും സന്തോഷപ്രദമായും യാതൊരു തടസ്സവുമില്ലാതെ എല്ലാം മംഗളകരമായി തീർക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ജോണിനെയും നേഹയെയും പ്രത്യേകമായി അങ്ങേ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഉദാശ ജീവിതം നയിക്കുവാനുള്ള കൃപ രണ്ട് മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഇത്രയും ദയുള്ള മാതാവേ, കന്യകളുടെ രാജ്ഞി യോഹന്നാനറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്ക് വെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. He
കൃപയേകിടാം ഈ വേദിയിൽ. Thank you.
പെരുമാറ്റം ഭാര്യ മാത്രം കഴിയും.
ശ്രവിക്കാം. സമാധാനം നിങ്ങളോട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ ആശംസകളുടെ പരിശുദ്ധ സുവിശേഷം. ഫരീസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയും അപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ശ്രേഷ്ഠ വൈദികരെ, ഇന്നത്തെ നമ്മുടെയൊക്കെയും വലിയ സന്തോഷത്തിൻ്റെ കാരണക്കാരായ ജോൺ, നേഹ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹമെന്ന ഉദാശയിലൂടെ ഈ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പുതിയ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുന്നതിൽ നമ്മളൊക്കെയും സാക്ഷികളാകുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ ജോണും നേഹയും ഇന്ന് ഒരു കുടുംബമായിട്ട് ഒരേ മനസ്സോടെ ഇന്നു മുതലുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ഒന്നിച്ച് ഒരേ മനസ്സോടെ, ഒരേ അഭിപ്രായത്തോടെ, ഒരേ സ്വപ്നത്തോടെ മുന്നോട്ട് പോകുമെന്ന് ഇവിടെ ഇന്ന് ഈ പരിശുദ്ധ അൾത്താരയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബജീവിതം എന്ന വിളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ജീവിത മാതൃക കൊണ്ടും നിങ്ങളുടെ നന്മകൾ കൊണ്ടും നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചതിനെയും നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജോൺ, നേഹ, ഇന്ന് നിങ്ങൾ വിവാഹമെന്ന കൂദാശയുടെ ഒന്നായി തീരുമ്പോൾ ഈ വിവാഹമെന്ന കൂദാശയുടെ എല്ലാ ദൈവശാസ്ത്രവും, അതിൻ്റെ എല്ലാ ശരീരശാസ്ത്രവും, അതിൻ്റെ എല്ലാ മനഃശാസ്ത്രവും ചേർത്ത് വെച്ചുകൊണ്ട് ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. കൂട്ടിക്കൊണ്ടു പോകുകയാണ് നിങ്ങളുടെ ചിന്തകളെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക്. അവിടെ മറിയം എന്ന് പറയുന്ന ജോസഫ് എന്ന ചെറുപ്പക്കാരനുമായി വിവാഹ നിശ്ചയിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അവളുടെ സകല പ്രതീക്ഷകളെയും അവരുടെ സകല സ്വപ്നങ്ങളെയും തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു മാലാഖ കടന്നു വരികയാണ്. അതിന് നമ്മൾ പറയുന്ന വാക്കാണ് മംഗളവാർത്ത അല്ലെങ്കിൽ സുവാർത്ത എന്നുള്ളത്. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മംഗളവാർത്ത അത്ര ശുഭകരമായിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മൾ പിന്നീടുള്ള മറിയത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിക്കുമ്പോഴാണ് തിരിച്ചറിയുക. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന പുരുഷൻ പോലും സംശയിക്കുന്ന ഒരു ജീവിതാവസ്ഥ. ഏതൊരു പെൺകുട്ടിക്കും അർഹപ്പെട്ടതാണ് തൻ്റെ പ്രിയപ്പെട്ട കടിഞ്ഞൂൽപുത്രന് ജന്മം കൊടുക്കാനായിട്ട് സ്വസ്ഥമായിട്ടുള്ള ഒരിടം, അതുപോലും നിഷേധിക്കപ്പെടുന്ന ജീവിതാവസ്ഥ. ചോരക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒന്നും അറിയാത്തൊരു ദേശത്തേക്ക് പരദേശികളായിട്ട് പ്രയാണം ചെയ്യപ്പെടേണ്ട ജീവിതാവസ്ഥ. പിന്നീട് ജോസഫിന്റെ മരണം. ഈ വളർന്നു വരുന്ന മകനെ കുറിച്ച് ഒരിക്കലും ഒരമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയും പിന്നീട് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ ജീവിതത്തിന്റെ ഒത്തിരിയധികം സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ മംഗളവാർത്ത പറഞ്ഞു വന്ന ദൈവദൂതൻ, ദൈവത്തിന്റെ മാലാഖ പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ സകല സ്വപ്നങ്ങളെയും
ശിഥിലമാക്കിക്കൊണ്ട് വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ജോസഫിന്റെ ജീവിതത്തിന്റെ തപവഴികളിൽ അവൻ കടന്നു പോകുന്ന ഒറ്റപ്പെടലിന്റെയും നീർന്ന ജീവിതാനുഭവങ്ങളിലും ഈ മാലാഖ വരുന്നില്ല. പുതിയ നിയമം പിന്നെയും മുന്നോട്ട് പോകുന്നു. നമ്മൾ കാണുന്നു, ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് ചോര വിയർത്ത് കണ്ണുനീർ വാർക്കുന്ന തന്റെ പ്രിയപ്പെട്ട ദൈവപുത്രനെ ആശ്വസിപ്പിക്കാനായിട്ട് അവന്റെ ചോരകൾ പോലും, അവന്റെ രക്തത്തുള്ളികൾ പോലും ചോരകളായിട്ട് പൊടിഞ്ഞു വീഴുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയക്കുന്നു. അതിനൊക്കെ ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങൾ പരദേശികളായി കഴിയുന്ന സമയത്ത് നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ ദിവസം മുതൽ ഇനി വേറൊരു ദൈവത്തെയും ആരും ആരാധിക്കാൻ പാടില്ല. നെബൂഖദ്നേസർ രാജാവിനെ മാത്രമേ ജനങ്ങൾ ദൈവമായി ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ യഥാസ്ഥകരായ ചില ഇസ്രായേൽക്കാർ അതിനെതിരെ നീങ്ങുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ രാജാവ് അതിന് നേതൃത്വം കൊടുത്ത 3 ചെറുപ്പക്കാരെ തീച്ചൂളയിലേക്ക് എടുത്തെറിയാനായിട്ട് രാജകൽപ്പന കൊടുക്കുന്നു. അങ്ങനെ ഈ 3 ചെറുപ്പക്കാരെ തീച്ചൂളയിലേക്ക് എടുത്തെറിയുമ്പോഴും ഈ എരിയുന്ന അഗ്നിയിൽ അവരെ സംരക്ഷിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, 3 പേരെയല്ലേ നമ്മൾ ഈ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, എന്നാൽ 4മതൊരാളെ, ദൈവദൂതനെ പോലെ ഒരാളെ ഞാൻ കാണുന്നു. രാജാവ് വീണ്ടും കൽപ്പന പുറപ്പെടുവിക്കുന്നു. തീയുടെ ആക്കം കൂട്ടുന്നു, തീശാലകൾ ജ്വലിച്ചുയരുന്നു. എന്നിട്ടും ഈ ചെറുപ്പക്കാരെ സംരക്ഷിക്കാനായിട്ട് ഈ മാലാഖ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ ഈ മാലാഖ കാത്തു സൂക്ഷിക്കുകയാണ്. ചോദ്യം ഇതാണ്, നെഞ്ചുപൊട്ടിക്കരഞ്ഞ തന്റെ പ്രിയപുത്രനെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയച്ചുവെങ്കിൽ, തീജ്വാലയിൽ കിടന്ന് ദൈവസ്തുതികൾ പാടിയ ഈ 3 ചെറുപ്പക്കാരെ സംരക്ഷിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയച്ചെങ്കിൽ, എന്തുകൊണ്ട് ജോസഫിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിലേക്ക്, അവർ കടന്നുപോയ ജീവിതത്തിന്റെ തപവഴികളിലേക്ക്, ജീവിതത്തിന്റെ സഹനത്തിന്റെ നിമിഷങ്ങളിലേക്ക്, ഒറ്റപ്പെടലിന്റെയും തിരസ്കരണങ്ങളുടെയും ജീവിതത്തിന്റെ നടുവിലേക്ക് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയച്ചില്ല? ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, മറിയത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച മാംസം ധരിച്ച മാലാഖയുടെ പേരാണ് ജോസഫ് എന്നുള്ളത്. ജോസഫിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച മാംസം ധരിച്ച മാലാഖയുടെ പേരാണ് മറിയം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം അവരുടെ പ്രിയപ്പെട്ട മകൻ നസറത്ത് എന്നുള്ള തച്ചൻ മരണശേഷം ദമ്പതിമാർ എങ്ങനെയായിരിക്കുമെന്നുള്ള ഫരിസേയരുടെ കുരിഷ്ടി ചോദ്യത്തിന് ഇപ്രകാരം ഉത്തരം നൽകിയത്, they'll be like angels. അവർ മാലാഖയെ പോലെ ആയിരിക്കും. കാരണം അവനറിയാം, അവന്റെ അപ്പനും അമ്മയും മാലാഖയെ പോലെ ജീവിച്ചവരാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിളി മാലാഖയായി തീരുക എന്നുള്ളതാണ്. ജോണിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച മാംസം ധരിച്ച മാലാഖയുടെ പേരാണ് നേഹ എന്നുള്ളത്. നേഹയുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച മാംസം ധരിച്ച മാലാഖയുടെ പേരാണ് ജോൺ എന്നുള്ളത്. മാലാഖമാർ നമുക്കറിയാം, ജീവിതത്തിലെ സന്തോഷത്തിലും നേട്ടങ്ങളിലും മാത്രം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും തകർന്ന അവസ്ഥകളിലും വേദനയുടെ നെരിപ്പോടിന്റെ ജീവിതാവസ്ഥയിലും കൂടെ നിൽക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മാലാഖ. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് മാലാഖയായി തീരാനായിട്ടുള്ള വിളിയാണ്. ഇന്ന് പ്രിയപ്പെട്ട ജോൺ, നേഹ, നിങ്ങൾ വിവാഹം എന്ന ഉദാശയുടെ പുതിയൊരു ജീവിതത്തിന് ആരംഭം കുറിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരൊറ്റ സന്ദേശം ഇത് മാത്രമാണ്. ജീവിതത്തിൽ മാലാഖമാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ മാലാഖയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെന്ന് തിരിച്ചറിയുക. ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇങ്ങനെ പരസ്പരം മാലാഖമാരായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപയും കരുത്തും ദൈവം നിങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് സഹായകരമായി തീരുന്നതാകട്ടെ ഇന്നത്തെ ഈ കൂദാശയും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവനാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
നാമത്തിൽ ആമേൻ. പരസ്പര സ്നേഹത്തിന് വൈദ്യുതം യാതൊന്നായി പരസ്പര വിശ്വസ്തയോടെ സന്തോഷപ്രദമായ ജീവിതം നയിക്കണം. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിർത്തുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ ആഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിനവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. പ്രിയ സഹോദരൻ, ഈ ആദ്യം പുരുഷന് ജീവിതസഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കോദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സ്വന്തമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് വയ്ക്കുന്നു. അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്നേഹത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ എന്നേക്കും. പുരുഷമകൾ വഴി തിരുസഭയെ പതിവായി സ്വീകരിച്ച കർത്താവേ,
വിശ്വാസത്തിലും സ്നേഹത്തിലും അതുപോലെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായി കാലം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിന്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗത്തത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മൗത്തത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും
അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്കാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്കാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങയുടെ കാലത്തിന്റെ വലകയെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവായ മിശിഹായേ, നമ്മുടെ അമ്മയായ പരിസ്ഥിതിയാവയത്തിന്റെയും തിരുകുടുംബത്തിന് നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന അവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാനുമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്തകാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹം എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവനിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശുദ്ധരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ
ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. എല്ലാ സന്തോഷങ്ങളുടെയും കാരണക്കാരായിട്ടുള്ള പാരൻസിന്റെ പേരിലേക്ക് സ്വാഗതം ചെയ്യാൻ
വിവാഹിതരായിട്ടുള്ള വിവാഹം എന്ന കൂട്ടാശയിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോണിനും നേഹയ്ക്കും ഹൃദയപൂർവ്വം വിവാഹ മംഗളാശംസകൾ ഒരിക്കൽ കൂടി നേരിടുകയാണ്. രണ്ടുപേർക്കും അടിപൊളി വൈബ് ഫാമിലി അദ്ദേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് ചടങ്ങുകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കല്യാണങ്ങളൊക്കെ കൂടിയിട്ടുള്ളവരാണ് നമ്മളല്ലേ, അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത മത്സരം ഷെയർ ചെയ്യാൻ പോവുകയാണ്. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me reason through every season. Together we can do anything we believe in. നിനക്കു വേണ്ടി നാം പാക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചെന്നിരന്റെ സ്വന്തമായി നിനക്കു വേണ്ടി നാം പാക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ താരന്റെ കണ്ണു വെച്ച പാരിജാതേ താരന്റെ കുടഞ്ഞ പഞ്ചവരല്ല അവരുടെ കാലം Thank you.
Thank
We're holding on through all the years. Looking back brings me to tears. Oh, I wanna see this through. All I know is how I feel, and all I want is what is real. Oh, I'm gonna stand by you, even on your darkest days. You know that I will never change. Oh, I will love you the same. Oh, I will keep you safe for all my life. And you will have my heart for all of time. Even on your darkest days, you know that I will never change. Oh, I will love you the same. Oh, I will love you the same. Tell me how the tables turned, how I've grown from lessons learned. Oh, I'll keep my faith in you, even on my darkest days. I know that you will never change. Oh, I will love you the same. Oh, I will keep you safe for all my life. And you will have my heart for all of time. Even on your darkest days, you know that I will never change. Oh, I will love you the same. Even on your darkest days, you know that I will never change. Oh, I will keep you safe for all my life. And you will have my heart for all of time. Even on your darkest days, you know that I will never
ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാർമാവിലാശവീസുന്ന മോഹനാദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവായ ദൈവമേ, ഇന്ന് ജോണും നേഹയും ആരംഭിക്കുന്ന അവരുടെ കുടുംബജീവിതം സന്തോഷകരമായി ജീവിക്കുവാൻ, അങ്ങനെ അവരുടെ പരസ്പര സ്നേഹത്തിലൂടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ. പരസ്പരം സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷവും അനുഭവിക്കുവാനും ഇവർക്കിടയാകട്ടെ. ഇവരുടെ സ്നേഹത്തിൻ്റെ ഫലമായി സന്താനങ്ങളെ ഇവർക്ക് നൽകിയവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സ്നേഹസാക്ഷ്യത്തിന് ജീവൻ നയിക്കരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഇവിടെയായിരിക്കുന്ന ബന്ധുമിത്രാദികളെയും സ്വഭാവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം നൽകിയ എല്ലാ അങ്ങ് ഈ മക്കൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മേ, യേശുപിതാവേ, സർവേശ്വരരെ ഈ മക്കൾക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു തന്നെ. നിത്യപിതാവും സർവേശ്വര. I woke up with you on my mind. Watch the air turn as you breathe. Yellow morning feeling up your eyes, waking up the life in me. You set my soul on fire. You pulled my heartbeat toward the sun. You give me new eyes open. You call my heartbeat into love. There's a quiet moving in your ways. It's a peace I've never known. Build my anchor, throw it in your ways. Slow it down and call you home. You set my soul on fire. You pull my heartbeat towards the sun.